ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കർക്കിടക രാമകഥ. ഇന്നത്തെ വിഷയം ശ്രീരാമ അവതാരത്തിന്റെ കാരണം, ദേവന്മാരുടെ പ്രാർത്ഥനയും ദശരഥ മഹാരാജാവും. പ്രിയ ഭക്തജനങ്ങളെ, എല്ലാവർക്കും ശ്രീരാമസ്മരണയോടെ നമസ്കാരം. കർക്കിടക മാസം രാമായണ മാസമാണ്. ഈ വിശുദ്ധ മാസത്തിൽ രാമായണ പാരായണം നടത്തുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അർത്ഥവും ജീവിത സന്ദേശവും മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. ത്രേതായുഗത്തിൽ ഭൂമിയിൽ അധർമ്മം വർദ്ധിച്ചു. ലങ്കാ രാജാവായ രാവണൻ തന്റെ തപസ്സിലൂടെ ബ്രഹ്മാവിൽ നിന്ന് മഹാവരം നേടി. ദേവന്മാർക്കും ഗന്ധർവന്മാർക്കും യക്ഷന്മാർക്കും തന്നെ കൊല്ലാൻ കഴിയില്ലെന്ന വരം ലഭിച്ചതോടെ അവൻ അഹങ്കാരത്തിൽ മുങ്ങി. എന്നാൽ മനുഷ്യരെ നിസ്സാരരായി കരുതിയിട്ട് അവരിൽ നിന്ന് സംരക്ഷണം ചോദിച്ചിരുന്നില്ല. ഈ വരത്തിന്റെ ബലത്തിൽ രാവണൻ 3 ലോകങ്ങളെയും ഭീതിയിലാഴ്ത്തി. യാഗങ്ങളൊക്കെ മുടങ്ങി. ഋഷിമാർക്ക് തപസ് ചെയ്യാൻ കഴിയാതെ വന്നു. ധർമ്മം ക്ഷയിച്ചു. ഭൂമാതാവ് ഈ ദുഃഖം സഹിക്കാനാവാതെ ദേവന്മാരോടൊപ്പം ബ്രഹ്മാവിന്റെ സന്നിധിയിലെത്തി. ബ്രഹ്മാവ് എല്ലാവരെയും കൂട്ടി ശ്രീ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു. അപ്പോൾ മഹാവിഷ്ണു പ്രത്യക്ഷനായി. ദേവന്മാർ അപേക്ഷിച്ചു, പ്രഭോ, ധർമ്മത്തെ സംരക്ഷിക്കണമേ, രാവണന്റെ അഹങ്കാരം അവസാനിപ്പിക്കണമേ. അപ്പോൾ മഹാവിഷ്ണു അരുളി ചെയ്തു, ഞാൻ മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ അവതരിക്കും. ഇക്ഷ്വാകു വംശത്തിലെ ദശരഥ മഹാരാജാവിന്റെ പുത്രനായിട്ട് ജനിച്ച് രാവണനെ സംഹരിക്കുകയും ധർമ്മം പുനഃസ്ഥാപിക്കുകയും ചെയ്യും. ഈ വാർത്ത കേട്ട് ദേവന്മാർ ആനന്ദഭരിതരായി. അവര് വാനര രൂപത്തിൽ ഭൂമിയിൽ ജനിച്ച് ശ്രീരാമന്റെ ദൗത്യത്തിൽ പങ്കുചേരാൻ തീരുമാനിച്ചു. പിന്നീട് ഹനുമാൻ, സുഗ്രീവൻ, നളൻ, നീലൻ, അംഗദൻ തുടങ്ങിയ മഹാവീരന്മാർ ഇങ്ങനെ ജനിച്ചു. ഇതിനിടെ അയോധ്യയിൽ ദശരഥ മഹാരാജാവ് ഭരിക്കുകയായിരുന്നു. അദ്ദേഹം ധർമ്മിഷ്ഠനും ജനങ്ങളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്നവനുമായിരുന്നു. രാജ്യം സമ്പന്നമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഒരു വലിയ ദുഃഖമുണ്ടായിരുന്നു. മക്കളില്ലായിരുന്നു. വയസ്സ് കൂടി വരികയായിരുന്നു. എന്റെ ശേഷം രാജ്യം ആരാണ് ഭരിക്കുക എന്ന ചിന്ത അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. അവസാനം ഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശമനുസരിച്ച് പുത്രകാമേഷ്ടി യാഗം നടത്താൻ തീരുമാനിച്ചു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ലോകത്തിൽ അധർമ്മം വർദ്ധിക്കുമ്പോഴെല്ലാം ദൈവം ധർമ്മത്തെ സംരക്ഷിക്കാൻ മാർഗമൊരുക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ വന്നാൽ നിരാശപ്പെടാതെ ദൈവത്തില് വിശ്വാസം വയ്ക്കണം. ദൈവം ശരിയായ സമയത്ത് ശരിയായ വഴി നമുക്കായി തുറന്നു തരും. ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഹൃദയത്തിൽ ധർമ്മവും ഭക്തിയും വളരട്ടെ. എല്ലാവർക്കും ആരോഗ്യവും സമാധാനവും ഐശ്വര്യവും ലഭിക്കട്ടെ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ശ്രീ ഹരേ നമ. നാളെ നമുക്ക് പുത്രകാമേഷ്ടി യാഗം, ദിവ്യപായസം, ശ്രീരാമന്റെയും സഹോദരന്മാരുടെയും അവതാരം, ഇതൊക്കെ കേൾക്കാം. ശ്രീഹരേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.